അവിടെ നിന്ന് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് എന്ന് പറയുന്ന ഒരാൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് സൂമിൽ. നമുക്ക് അദ്ദേഹത്തോടു കൂടെ ഒന്ന് ചോദിക്കാം. ശ്രീ VG പ്രതീഷ്, അങ്ങേക്ക് കേൾക്കാമെങ്കിൽ ഇടുക്കിയിലെ അഡ്വഞ്ചർ ടൂറിസത്തിന് വലിയൊരു മുതൽക്കൂട്ടെന്ന നിലയിൽ കൊണ്ടുവന്ന ഒരു പുതിയ ആശയം, പക്ഷേ ഇത്തരത്തിലുള്ള ഹൈഡ്രോളിക് സംവിധാനത്തിൽ പലതും ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരേ സമയം 16ഓളം പേരെ മുകളിലേക്ക് കൊണ്ടുപോയി ഇത്തരത്തിലൊരു ആകാശഭോജനം നൽകുന്ന ഒരു സംവിധാനത്തിന് അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഏത് രീതിയിലായിരുന്നു ഇതിന്റെ പ്രവർത്തനം? അങ്ങേക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയൂ. ഇതുമായി ബന്ധപ്പെട്ട് നിലവില് അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ അംഗീകാരത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് അറിയാവുന്ന ഒരു വിവരം. ഇപ്പൊ നിലവില് 5 പേരാണ് ഇതിന് മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. നിലവില് 2 ടീം ഫയർഫോഴ്സ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ ആളുകൾ ഇപ്പൊ നിലവില് ഈ പറയുന്ന ഹൈഡ്രോളിക് ക്രെയിനിന്റെ ഏറ്റവും മുകളിലെത്തി ആളുകളെ ഇറക്കാൻ വേണ്ടി ഒരാളെ ഇപ്പോൾ ഇറക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും അടിയന്തരമായി തന്നെ 5 പേരെയും, അതായത് ഒരാളെ സ്റ്റാഫാണ്, 4 പേരാണ് ടൂറിസ്റ്റുകളുള്ളത്, 5 പേരെയും താഴെ ഇറക്കി അവര് സുരക്ഷിതമാക്കാൻ വേണ്ടി കഴിയും. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഫയർഫോഴ്സും ഇവിടെ എത്തിച്ചേർന്ന് അതെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചിട്ട് അതിനുള്ള മറുപടി നൽകാൻ കഴിയും. ഇതാരാണ് ഈ 4 പേരെന്ന് അറിയാനായിട്ടുണ്ടോ? വിനോദസഞ്ചാരികളാണ്. ഞാനിപ്പോഴാണ് ഇവിടെ എത്തിച്ചേർന്നത്. വിനോദസഞ്ചാരികളാണ്. അവരിപ്പോ സുരക്ഷിതരായിട്ടിരിക്കുന്നു. സുരക്ഷിതമായി തന്നെ അവരെ താഴേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആദ്യ വ്യക്തിയെ താഴത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അപ്പോൾ സാധാരണഗതിയിൽ ഇതിന്റെ ഉയരം ഒരു പ്രത്യേക അടി എത്തുമ്പോൾ അതിന്റെ ഉയരം സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ ഇന്ന് അതിനും അപ്പുറമായി ഒരു 4ാമത്തെ തവണ പുതിയ ഒരു ഉയരത്തിലായിരുന്നു ഇത് വെച്ചിരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള പരിശോധനകളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തുമ്പോൾ നമ്മുടെ ഗസ്റ്റുകളെ വെച്ചിട്ടല്ലായിരിക്കുമല്ലോ സാധാരണ നടത്തുന്നത്. ഇത് അവരുമായി ഇത് മൂന്നാറിന് ആകെ പ്രതീക്ഷ നൽകുന്ന ഒരു സംരംഭമാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ മറുപടി നൽകാൻ വേണ്ടി കഴിയുള്ളൂ. ഇതിൽ ആദ്യത്തെ നമ്മുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഈ വിനോദസഞ്ചാരികളെ സുരക്ഷിതരായി താഴെ ഇറക്കുക എന്ന കാര്യത്തിലാണ്. അതിലേക്കാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഫയർഫോഴ്സ് ഇവിടെ 2 ടീം എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇതിന് ശേഷം പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും. എന്തായാലും ആദ്യത്തെ ആളിനെ താഴേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണല്ലോ. അത് എത്രത്തോളം വിജയത്തിലെത്തി എന്ന് മനസ്സിലാക്കാനാവുന്നുണ്ടോ? കൃത്യമായി തന്നെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കി ഞാനിവിടെ ഉണ്ടായിരുന്നു. ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ച് കൃത്യമായി തന്നെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് താഴേക്ക് ഇറക്കാൻ വേണ്ടി ഉള്ള ജോലി ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരാശങ്കയുമില്ല. അവരെ സുരക്ഷിതമായി തന്നെ താഴെ ഇറക്കാൻ വേണ്ടി കഴിയും. ശരി, വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും ആദ്യത്തെ ഒരു ലക്ഷ്യം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇവരെ 5 പേരെയും താഴെ എത്തിക്കുക എന്നതാണ്. പക്ഷെ അതിനുശേഷം ഒരു ജനപ്രതിനിധി കൂടിയാണ് ഇത്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ മൂന്നാറിലെ സാഹസിക വിനോദസഞ്ചാരത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ അപകട സാധ്യതകൾ ഉണ്ടാകാതെ കൃത്യമായ രീതിയിൽ അതെങ്ങനെ നടത്തിക്കൊണ്ടു പോകുമെന്ന കാര്യത്തിൽ അങ്ങ് വിശദമായ ഒരു അന്വേഷണം നടത്തുകയും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദി പ്രതികരിച്ചതിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.